ഒരു മനുഷ്യരെയും ചതിക്കല്ലേ, ഒരു മനുഷ്യരെയും വഞ്ചിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ, വാപ്പാന്റെ പ്രതീക്ഷകൾ തകർത്തു കളയുകയാണ്. ഗൾഫ് നാടുകളിൽ കടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. ഈ കടുവാ പള്ളിയിലുള്ള എത്രയോ പാവപ്പെട്ടവർ ഗൾഫ് നാടിൽ കടന്ന് കാളകളെ പോലെ ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അറബികളുടെ അടിമകളെ പോലെ ജോലി ചെയ്യുകയാ. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പണമുണ്ടാക്കി കൊടുക്കുമ്പോൾ ശംഖുമുഖം കടപ്പുറത്തിലും അതുപോലെ തിരുവനന്തപുരത്ത് കോവളത്തിലും പാപനാശത്തിലും തന്റെ കാമുകനെയും കൊണ്ട് വരദയും ധരിച്ചുകൊണ്ട് ഹെലിമറ്റും ഇട്ടുകൊണ്ട് കറങ്ങുന്ന പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടല്ലോ, ഭർത്താവ് കിടക്കണ്ട കിടപ്പറയിലേക്ക് അമുസ്ലിമായ ഓട്ടോകാരനെയും ഏതെങ്കിലും ഒരുത്തരെ കിട്ടിയാൽ അവനെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറുമ്പോൾ, ഭർത്താക്കന്മാരെ ചതിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, റോഡിന്റെ ഓരത്ത് ചിരിക്കുന്ന തൊലിവിളപ്പുള്ള പെണ്ണിനെ കാണുമ്പോൾ ദുനിയാവും ആഖിറവും വലിച്ചെറിയുമല്ലേ, അവന്റെ ഈമാന് കുഴിച്ചു മൂടുകയല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എത്ര വലിയ സുന്ദരി വിളിച്ചാലും, എത്ര വലിയ പണക്കാരി വിളിച്ചാലും, എത്ര വലിയ കുടുംബത്തിൽ പിറന്നവളാണെങ്കിലും പൊന്നുമോരോ ഒരു പെണ്ണിന്റെ ചതിയിൽ വീണു പോകല്ലേ. നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിനെ നീ മറക്കല്ലേ മോനെ. ഗൾഫ് നാടുകളിൽ കടന്നു നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി രാപ്പകലുകൾ രക്തം വെള്ളമാക്കിയിട്ട് കഷ്ടപ്പെടുന്ന നിന്റെ പ്രിയതമനെ മറക്കല്ലേ മോള്. അവൻ 1 വർഷമായാലും 2 വർഷമായാലും നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിലും, പക്ഷേ മോളെ എന്നെങ്കിലും അവൻ വരും മോളെ, എന്നെങ്കിലും വരും മോളെ. അവസരം കിട്ടുമ്പോൾ ആരും അറിയില്ലെന്ന് പറഞ്ഞിട്ട്, ആരും കാണില്ലെന്ന് പറഞ്ഞിട്ട് നിന്നെ പലരും പല മോഹവാഗ്ദാനങ്ങൾ തരുമ്പോൾ ചതിക്കുഴിയിലേക്ക് വീണു പോകല്ലേ സഹോദരാ. ഏതെങ്കിലും കടുവാ പള്ളിയിലുള്ളവര് സുന്ദരി പെണ്ണ് വിളിക്കുമ്പോൾ, എനിക്ക് നിന്നെ വേണ്ടടി, എനിക്ക് നിന്നെ വേണ്ടടി, എനിക്ക് അല്ലാതെ സ്വർഗം മതിയടി എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അതാ ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാ. യാഫി എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, യാഫി റഹ്മത്തുള്ളാഹി കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമടിച്ചു വീശുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, യാഫിയേ എവിടെന്നാടായി സുഗന്ധം, എവിടെന്നാടായി സുഗന്ധം? യാഫിക പറയുകയാ, എന്റെ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല. അവസാനം യാഫി എന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിനകത്ത് വന്നിരിക്കുമ്പോൾ ഒരു മഹാനായ മനുഷ്യൻ കടന്നു വരികയാ. യാഫി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നു, മോനെ എവിടെന്നാടായി സുഗന്ധം, എവിടെ നിന്നാടായി സുഗന്ധം? സഹിക്കാൻ കഴിയുന്നില്ല മോനെ. യാഫി എന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മുഖത്തേക്ക് കൈയെടുത്തടച്ചു വെച്ചിട്ട് യാഫി എന്ന ചെറുപ്പക്കാരനൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ. നാളുകൾക്ക് മുമ്പുണ്ടല്ലോ, ഈ രാജ്യത്തെ രാജാവിന്റെ മകളുണ്ടല്ലോ, തോഴിമാരെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ, കൊട്ടാരത്തിലേക്ക് എന്നെ വിളിക്കുകയാ. കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ തോഴിമാർ ഓരോ കവാടങ്ങളും അടയ്ക്കുകയാ. അവസാനമതാ രാജാവിന്റെ കൊട്ടാരത്തിന്റെ പുന്നമകളുടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ രാജാവിന്റെ സുന്ദരിയായ മകളുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണുണ്ടല്ലോ, ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന പെണ്ണുണ്ടല്ലോ, തന്റെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് തന്റെ ശരീരത്തേക്ക് കെട്ടിപ്പിടിക്കുകയാ. യാഫി എന്ന ചെറുപ്പക്കാരന് ചുംബനം കൊടുത്തിട്ട് പറയുന്നു, യാഫിയേ എനിക്ക് നിന്നെ വല്ലാത്ത മോഹമാടാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ. ഒരു വട്ടമെങ്കിലും എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ. ഇതിനകത്ത് കിടന്ന് എന്ത് കാണിച്ചാലും ഒരു മനുഷ്യനും അറിയില്ലടാ. എന്റെ ആഗ്രഹം സാധിച്ചു തരാറ് തന്റെ ശരീരം കാണിച്ചുകൊണ്ട് യാഫി എന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ രാജാവിന്റെ പൊന്നുമകൾ കിടന്ന് കേഴുകയാ. എന്നിട്ട് ഒരുങ്ങടാ എന്ന് പറഞ്ഞ് വിലപിടിപ്പുള്ള വസ്ത്രമെടുത്ത് കൊടുത്തിട്ട് മണിയ
മണിയറയുടെ വാതിലടച്ചിട്ടിറങ്ങി പോകുമ്പോ യാബി എന്ന ചെറുപ്പക്കാരനതാ സുജൂദിലേക്ക് വീഴുകയാണ്, പൊട്ടിക്കരയുകയാ, പടച്ചവരോട് പറയുകയാണ്, അല്ലാഹുവേ, രാജാവിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്താണ് റബ്ബേ, ഈ പെണ്ണിന്റെ ചതിയിൽ നിന്ന് കാക്കടേ റബ്ബേ. അല്ലാഹുവേ, എനിക്ക് നീ എന്റെ ശരീരത്തിന് സ്വർഗം ഹറാമാക്കല്ല റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മണിയറയ്ക്കകത്തിരുന്ന് കരയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാ, കടുവാപ്പള്ളിയുടെ ഹൈവേയുടെ സൈഡില് ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ, റോഡിന്റെ ഓരത്ത് നിന്നിട്ടൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അവളുടെ പുറകെ നടന്ന് ഫോൺ നമ്പർ വാങ്ങുകയല്ലേ, രാത്രികൾ മുഴുവനും പകലാകുകയല്ലേ, ഗൾഫുകാരന്റെ ഭാര്യമാരെ വലയ്ക്കുകയല്ലേ, കഷ്ടപ്പെട്ടിട്ട് അവസാനം അതാരും അറിയാതെ വീടിന്റെ മതിൽ ചാടിയിട്ട് അകത്ത് പോയിട്ട് കാര്യം നടത്തിയിട്ട് ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിലൊരു തോന്നലുണ്ട്, എന്നെ ആരും കണ്ടില്ലല്ലോ, എന്നെ ആരും അറിഞ്ഞില്ലല്ലോ. പക്ഷേ ചെറുപ്പക്കാരാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും മോരെ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമടാ. അന്ന് നിന്റെ കുടുംബത്തിന്റെ അഭിമാനം കുടിച്ചു മൂടുകയാടാ, നിന്റെ ഈമാൻ പോവുകയാടാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, കാമുകനെ വിളിച്ചിട്ട് കിടപ്പറ തുറന്നു കൊടുക്കുമ്പോൾ ആ കിടപ്പിൽ കിടന്നെങ്കാടും എന്റെ പൊന്നു പെങ്ങളെ, ആ കിടപ്പിലാ നിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ കടന്നു വരുന്നതെങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കേവലം ഒരു അല്പനേരത്തെ സുഖത്തിന് വേണ്ടി നിന്റെ ജീവിതം വലിച്ചെറിയല്ലേ പെണ്ണ്. അതാ എന്റെ സഹോദരിമാരോട് പറയുകയാ, ആ കിടപ്പിലാ നീ കിടന്ന് മരിച്ചു പോകുന്നതെങ്കിൽ ആദ്യമായിട്ട് നിന്നെ ശപിക്കുന്നത് ആരാണെന്നറിയുമോ? നിന്റെ ശരീരത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ, അവരങ്ങോട്ടിറങ്ങുകയാ, ആകാശത്തിന്റെ പെരുമാറിലേക്ക് കൈ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയാ പടച്ചവരെ. ഇവളൊന്ന് ചത്തുപോയല്ലോ, ഇവനൊന്ന് മരിച്ചുപോയല്ലോ. എത്രയോ വ്യഭിചാരശാലകളില്, എത്രയോ സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളില്, എത്രയോ ബീച്ചുകളില് അന്യ പെണ്ണിന്റെ കൂടെ സാക്ഷിയാക്കിയവരാ പടച്ചവരെ. ഇവരോട് കരുണ കാണിക്കല്ല റബ്ബേ, ഇവന് സ്വർഗം കൊടുക്കല്ലേ എന്ന് മലക്കുകൾ പോലും നിനക്കെതിരെ ദുആ ചെയ്യുമെങ്കിൽ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, മണിയറയ്ക്കകത്ത് കിടന്നിട്ട് പൊട്ടിക്കരയുകയാ. യാഫി എന്ന ചെറുപ്പക്കാരൻ ചാടിയെഴുന്നേക്കുകയാ, സുജൂദിൽ നിന്ന് ചാടിയെഴുന്നേക്കുകയാണ്. എന്റെ ശരീരമാണല്ലോ ഈ പെണ്ണ് ആഗ്രഹിക്കുന്നത്, അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാണ്, അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാ. വിസർജനം വാരി തന്റെ ശരീരത്തേക്ക് തേച്ചിട്ട് നിൽക്കുമ്പോൾ രാജാവിന്റെ പൊന്നുമോളുണ്ടല്ലോ, മണിയറവാതിൽ തുറന്നകത്തേക്ക് കടന്നു വരുമ്പോൾ യാഫി എന്ന ചെറുപ്പക്കാരന്റെ കോലം കണ്ടിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു, എടാ യാഫിയേ, എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? ഇതിനകത്ത് കിടന്ന് എന്ത് കാണിച്ചാലും ആരും അറിയില്ലല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും എന്റെ മോഹമൊന്ന് സാധിച്ചു തന്നുകൂടെ? യാഫി എന്ന ചെറുപ്പക്കാരരോട് ചോദിക്കുമ്പോൾ യാഫിക പറയുന്നു, പെണ്ണേ, ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് മോളെ. ഇന്നീ അഖാഫുല്ലാഹ്, പടച്ചവനെ എനിക്ക് പേടിയാടി. നാളെ പടച്ചവന്റെ മുന്നിൽ എനിക്ക് പോയി നിൽക്കണമടി. എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകണമെന്ന് മോഹമുണ്ടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, രാജാവിന്റെ പൊന്നമകള് മണിയറയ്ക്കകത്ത് നിന്ന് അട്ടിയോടിക്കുമ്പോൾ അതാ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ, കുളിച്ച് ശുദ്ധിയാവുകയാ, കിടന്നുറങ്ങുകയാണ്. തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ
എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് തൗബ ചെയ്തിട്ട് തന്റെ ഓലപ്പരയ്ക്കകത്ത് കടന്നിറങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാ. ലോകത്തിന്റെ നായകൻ യാഫി എന്ന ചെറുപ്പക്കാരന്റെ കുടിലിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് യാഫിയോട് പറയുകയാ, എഴുന്നേക്ക് യാഫിയേ, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, ആരും അറിയാതെ നിന്നെ വിളിച്ചപ്പോൾ വലിച്ചെറിഞ്ഞവനാണടാ നീ, എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് യാഫി എന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചൊരു ചുടുചുംബനം കൊടുത്തപ്പോൾ ചരിത്രം പറയുകയാ, തന്റെ ശരീരത്ത് നിന്ന് മരിക്കുവോളം സുഗന്ധമടിച്ചു വീശി എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പെണ്ണിന്റെ തൊലിയുടെ വെളുപ്പിന്റെ മുന്നിൽ നിന്റെ ഈമാന് കുടിച്ചു മൂടല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനെ വഞ്ചിക്കല്ലേ, നിന്റെ മാതാപിതാക്കളെ വഞ്ചിക്കല്ലേ, നിന്റെ സ്വർഗം നീ വലിച്ചെറിയല്ലേ. ഒരു ദിവസം കടുവാപ്പള്ളിയിൽ നിന്റെ വീട്ടിൽ കടന്നുറങ്ങുമ്പോ നിന്റെ വീട്ടിലേക്ക് കടന്നു വരും മോളെ, അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കുന്ന 3ാമത്തെ ഉപദേശം എന്താ? റബിയ, ആരെയും ചതിക്കല്ലേ റബിയ, വിശ്വാസ വഞ്ചന കാണിക്കല്ലേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബിയ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത 3ാമത്തെ ഉപദേശം, ഒരു മനുഷ്യനെയും ചതിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും ചതിക്കാതിരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബിയാന് കൊടുത്ത 4ാമത്തെ ഉപദേശം, ഒരു ഉപദേശം കൂടെ പറഞ്ഞിട്ട് ദുആ ചെയ്ത് വരിക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റബിയ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത 4ാമത്തെ ഉപദേശം, 4ാമത്തെ ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഉല്ലു അബ്സാറകും, വഉല്ലു അബ്സാറകും, മേ റബിയ, നിന്റെ കണ്ണിനെ സൂക്ഷിക്കണമെന്ന് ശഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിനെ സൂക്ഷിക്കണം. ഇന്ന് പിന്നെ അതിനെ കൊണ്ട് പറ്റത്തില്ലല്ലോ. റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ താത്താമാർ ഇറങ്ങി വരുന്ന കണ്ടാ പിന്നെ നോക്കിപ്പോകും. ഇന്നത്തെ താത്താമാരുടെ വസ്ത്രധാരണ കണ്ടു കഴിഞ്ഞാൽ ഇത് പിന്നെ ആരും നോക്കിപ്പോ. പണ്ടൊക്കെ പെണ്ണുങ്ങള് സാധാമാരിയിരിക്കുന്നു, പണ്ടുള്ള പെണ്ണുങ്ങള് ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കണം. ഇപ്പൊ തോന്നുന്നത് പെണ്ണുങ്ങൾ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കുന്നതാ നല്ലതെന്ന്. കാരണം എന്താ? ഇന്നിട്ടിരിക്കുന്ന ഫർദ ഇട്ടുകൊണ്ട് പെണ്ണിന് മാത്രമേ എല്ലാവരും നോക്കുള്ളൂ. കാരണം അങ്ങനെയുള്ള ഫർദയെ ധരിച്ചിരിക്കണം. എല്ലാവരെയും ഞാൻ വിമർശിക്കുന്നില്ല. ഒരു വിഭാഗം പെണ്ണുങ്ങൾ ഇന്ന് അവര് ചുരിദാർ ഇടുന്നതിനേക്കാളും നല്ല ഫർദ ഇട്ടുകൊണ്ട് നടക്കുമ്പോ ഇറങ്ങിയ ഫർദ. പിന്നെ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ബസ് ഇങ്ങനെ സ്പീഡിൽ പൊക്കഴിഞ്ഞാൽ ടിപ്പറിന്റെ ബാക്ക് സൈഡ് പൊങ്ങണ പോലെ 4 സൈഡും കീറിയിട്ടിരിക്കുക. മൊത്തം സൈഡ് മൊത്തം കീറിയിട്ടിരിക്കുക. പിന്നെ കൂടെ താത്താടെ മോള് പോകും. അവളുടെ കാര്യം പിന്നെ പറയണ്ട. അവള് പിന്നെ ഫർദയൊന്നും ഇടാൻ സമയമില്ല, വലയായിട്ടിരിക്കണം. മണലരിക്കണം വല, അതിങ്ങനെ ഇട്ടിരിക്കുക. 2015 ആകുമ്പോഴത്തേക്ക് മൊത്തവും വലയാവും. അപ്പൊ പിന്നെ ആ കാലത്ത് ജീവിക്കണമെങ്കിൽ നല്ല ഈമാനൊക്കെ വേണം. ഇപ്പോഴേ ദുആ ചെയ്യാൻ തുടങ്ങണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, വസ്ത്രധാരണങ്ങളൊക്കെ വളരെ മോശം. ഒന്ന് മാറുക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കുക, നിങ്ങളൊക്കെ വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ കടയിൽ പോയിട്ട് പ്രായപൂർത്തിയായ മകൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൾ അത് ധരിക്കുമ്പോൾ സ്വന്തം മകളുടെ ശരീരത്തേക്ക് ഒന്ന് നോക്കണം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ വാപ്പ ഇതുപോലുള്ള വസ്ത്രം വാങ്ങിച്ച് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. പർദ്ദയിട്ട താത്ത തന്റെ സ്വന്തം മകള് ശരീരം വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോ അവളുടെ ശരീരത്തെ നോക്കിയിട്ട് സ്വന്തം ഒന്ന് ചിന്തിക്കണം, എന്റെ വാപ്പായും ഉമ്മായും എനിക്ക് ഇതുപോലുള്ള വസ്ത്രം വാങ്ങിച്ചു തന്നു. അങ്ങനെ വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തു, ഇല്ലെങ്കിൽ നീ അത് മാറ്റാൻ തയ്യാറാകണം. അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ മാത്രം വിമർശിക്കല്ല, ചെറുപ്പക്കാരെ അതിനെക്കാളും കഷ്ടം. ചെറുപ്പക്കാരുടെ പുറകിൽ നിന്ന്, ചില ചെറുപ്പക്കാരുടെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവൻ സുജൂദിൽ പോകുമ്പോഴും അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അകത്തിട്ടിരിക്കുന്നതിന്റെ പേര് വരെ പുറകെ ഇരിക്കുന്നവന് വായിക്കാം.
5ാം ക്ലാസ്സിൽ ഇട്ടിട്ടുള്ള ഒരു ഉടുപ്പ് എടുത്തിട്ട് ഇവൻ വന്ന് അള്ളാഹ് അവന്റെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ നിസ്കരിക്കാൻ പറ്റത്തില്ല. ബൈക്കിന്റെ പുറകിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ നമുക്ക് കാണാം അവന്റെ കമ്പനി ഏതാണ്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ എന്തിനാ മക്കളെ? ഇതൊക്കെ ധരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? നിന്റെ തലയിൽ എഴുതിയത് പോലെ നടക്കും. നിനക്ക് ഏതെങ്കിലും ഒരു പെണ്ണ്, ഇവൻ ഇതൊക്കെ ഇട്ടിട്ട് ചില ചെറുപ്പക്കാർ ഇങ്ങനെ കഴുത്തിലും കയ്യിലൊക്കെ ഇതിട്ട് നടക്കുമ്പോൾ പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. ഇവൻ ഇങ്ങനെയൊക്കെ നടന്നാലും ഇവൻ അള്ളാഹ് ഒരെണ്ണം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതല്ലേ കിട്ടും, അതല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടും? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കാര്യം മനസ്സിലാക്കും. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു കണ്ണിനെ സൂക്ഷിക്കണം. യാദർശികമായിട്ട് എതിരെ ഒരു പെണ്ണ് നടന്നു വരുമ്പോ ആരായാലും നോക്കി പോകും. ഒരു വട്ടം നോക്കാം. ജസ്റ്റ് ഒരു പെണ്ണ് നടന്നു വരുന്നു, ഒന്ന് നോക്കി, അറിയാതെ കണ്ടു, ഉടനെ കണ്ണ് താഴ്ത്തണം. ഒരു പ്രാവശ്യം നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു 1.5 നോട്ടം നോക്കല്. അങ്ങനെയുണ്ടല്ലോ, ഒരു വട്ടം നോക്കൽ അനുവദനീയമാണ്. അപ്പോൾ ഒന്ന് നല്ല ഇങ്ങനെ പാസ് ചെയ്ത് പോണത് വരെ നോക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു കണ്ണിനെ സൂക്ഷിക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 3 കണ്ണുകൾ ആ കണ്ണിന്റെ ഉടമയ്ക്ക് നരകം ഹറാമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കണ്ണുകൾ. ഒന്നാമത്തെ കണ്ണ്, ഹറാമിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിക്കുന്നവന് നരകം ഹറാമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ. ഹദീസിന്റെ കിതാബുകളിൽ അത് യുദ്ധം നടക്കുന്ന വേളയിൽ ഉറക്കമൊഴിച്ചവരാണെന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു. തഹജ്ജുദ് നിസ്കാരം ആ നിസ്കാരത്തിന് വേണ്ടി ഉണരുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കണ്ണുകൾ. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സമയത്ത് കടുവാപ്പള്ളിയുടെ ഓരത്ത് വന്നിരുന്ന് പള്ളിക്കകത്തിരുന്നിട്ട് അള്ളാഹുവേ നരകം, അള്ളാഹുവേ പരലോകം, അള്ളാഹുവേ ഖബർ, ഇതൊക്കെ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ലല്ലോ, അതാ നരകത്തിന്റെ തീയിൽ എന്നെ വലിച്ചെറിയുമ്പോ ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഈ ഭൂമിയിലേക്ക് വീണാൽ നിന്റെ ശരീരത്തിന് നരകം ഹറാമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാക്കൾ മുഴുവനും ആദം നബി അലൈഹിസ്സലാം മുതൽ സർവ്വ പ്രവാചകന്മാരും പൊട്ടിക്കരഞ്ഞത് ഈ ദിവസത്തെ കുറിച്ചല്ലേ, ഇതിനെ കുറിച്ചല്ലേ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ തന്റെ ശിഷ്യന്മാരോട് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്നു ഹജർ തങ്ങൾ അതാ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മസ്ജിദ് നബവി ഉണ്ടല്ലോ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പാതിരാത്രിയിൽ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പാതിരാത്രിയിൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, എന്തിനാ നീ കരയുന്നത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ നബിയേ, അള്ളാന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ നബിയേ, നാളെ പരലോകത്ത് നിൽക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ ഞാൻ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നരകം കടന്ന് വിളിച്ചു പോവുകയാ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖബർ കടന്ന് വിളിച്ചു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ജിബ്രീലിനോട്, പടച്ചവൻ പറഞ്ഞു, ജിബ്രീലേ, അതുകൊണ്ട് വന്നൊഴിച്ചു കൊടുക്ക് ജിബ്രീലേ, ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ മുകളിൽ വന്നിട്ടതാ നരകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാ. ആ വെള്ളം അങ്ങോട്ട് ഖബറിൽ അതാ നരകത്തിലേക്ക് വീണപ്പോൾ നരകം അതാ മിണ്ടാതെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ, എന്തേ നീ നരകത്തിൽ കൊണ്ടൊഴിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ അല്ലാഹനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരാ നബിയേ
നരകം കടന്ന് വിളിച്ചപ്പോൾ അതിനകത്ത് കൊണ്ടൊഴിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണീരിന്റെ വില എന്താണെന്നറിയുമോ? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തന്റെ ജനതയോട് ഈ പ്രഭാഷണം നടത്തുകയാ. പ്രഭാഷണം കഴിയുകയാ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇബ്നു ഹജർ തങ്ങളുടെ മുന്നിലേക്ക് തന്റെ സമുദായം നടന്നു വരികയാ. തന്റെ സമൂഹം നടന്നു വന്നിട്ട് പറയുകയാണ്, മഹാനായ തങ്ങളെ, നിങ്ങളുടെ അടിമയുണ്ടല്ലോ, നിങ്ങളുടെ അടിമയുണ്ടല്ലോ, ഈ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പാതിരാത്രിയിൽ അതാ കബറിനടുക്കേക്ക് നടന്നു പോകുന്നു തങ്ങളെ. കബറ് കുടിച്ചിട്ട് ആ കബറ് മാന്തിയിട്ട് കബറിനകത്ത് കിടക്കുന്ന മയ്യത്തിന്റെ വസ്ത്രം മോഷ്ടിക്കുകയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് തങ്ങളെ. ഇബ്നു ഹജർ തങ്ങൾ തന്റെ ജനതയോട് പറയുകയാ, എന്റെ അടിമ നിസ്കരിക്കുന്നവനാ, എന്റെ അടിമ അല്ലാഹുവിനെ പേടിക്കുന്നവനാ, ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല, ഒരിക്കലും അങ്ങനെ കബറ് മാന്തിയിട്ട് മയ്യത്ത് തുണി മോഷ്ടിക്കുന്നവനല്ല. ഇബ്നു ഹജർ തങ്ങളോട് തന്റെ ജനത പറയുകയാ, പോകും തങ്ങളെ, പോകും തങ്ങളെ, കബറിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ കാത്തു നിൽക്കുകയാ. ആ നാട്ടിൽ ഒരു മനുഷ്യൻ മരണപ്പെടുകയാ. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ മയ്യത്ത് എല്ലാവരും കൊണ്ട് കബറടക്കി. പാതിരാത്രിയാകുമ്പോൾ തന്റെ വീടിനകത്ത് ഉറങ്ങുന്നത് പോലെ ഇബ്നു ഹജർ തങ്ങൾ കിടക്കുകയാ. തന്റെ അടിമ എന്തിനാ കബറിനടുക്കലേക്ക് നടന്നു പോകുന്നത്? മോഷ്ടിക്കാനാണോ എന്നറിയാൻ ഉറങ്ങുന്നവനെ പോലെ കിടക്കുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്റെ അടിമയതാ പള്ളിയിലേക്ക് നടക്കുകയാ, പള്ളിയിലേക്ക് നടക്കുകയാ. ഇബ്നു ഹജർ തങ്ങൾ ആരും കാണാതെ അടിമയുടെ പുറകെ നടക്കുമ്പോൾ ആ പാവപ്പെട്ട അടിമയുണ്ടല്ലോ, നടന്നു പോയിട്ട് പള്ളിയുടെ മൂലയിലേക്ക് കടന്നു പോവുകയാ. അവിടെ ഒരു ചങ്ങലയെടുക്കുകയാ, ഒരു ചങ്ങലയെടുക്കുകയാണ്. ചങ്ങലയെടുത്തിട്ടതാ കബറടക്കിയ സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കബറടക്കിയ സ്ഥലത്തേക്ക് നടന്നു പോവുകയാ. അന്ന് കബറടക്കിയ മയ്യത്തിന്റെ കബറിന്റെ ഭാഗത്ത് പോയിട്ട് മുട്ടുകാലിൽ കുത്തിയിരിക്കുകയാ. അതാ ചങ്ങലയെടുത്തിട്ട് തന്റെ കൈയങ്ങോട്ട് ബന്ധിക്കുകയാ. പച്ചമണ്ണിന്റെ മണമുള്ള കബറിന്റെ ഓരത്ത് അന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന മയ്യത്തിൽ ആ കബറിന്റെ ഓരത്ത് പോയിരുന്ന് ചങ്ങലയെടുത്ത് തന്റെ കയ്യിൽ ബന്ധിക്കുകയാ. എന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് സർവാധിപതിയായ റബ്ബിനോട് പറയുന്നു, അല്ലാ, ഞാൻ നിന്റെ അടിമയാണല്ലാ, അതുപോലെ ഇബ്നു ഹജറിന്റെയും അടിമയാണല്ലാ. പടച്ചവരേ, നിനക്ക് നന്ദി കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ. എന്റെ നിസ്കാരങ്ങൾ ശരിയല്ല റബ്ബേ, എന്റെ ദിക്റുകൾ ശരിയല്ല റബ്ബേ, എന്റെ ഖുർആൻ ഓതൽ ശരിയല്ല റബ്ബേ, എല്ലാ ന്യൂനതകൾ കൊണ്ട് നിറച്ചതാണ് റബ്ബേ. അല്ലാഹുവേ, നിന്റെ നരകത്തിന്റെ തീ എനിക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ. നാളെ നിന്റെ മുന്നിലേക്ക് വരുമ്പോ എന്നെ വിളിച്ചു നിർത്തിയിട്ട് എന്തേ ഇത് ചെയ്തില്ല എന്ന് നീ എന്നോട് ചോദിക്കല്ല റബ്ബേ, എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ആ കബറിന്റെ ഓരത്തിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, പടച്ച റബ്ബേ, നിന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ അദാബിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാൽ റബ്ബേ, നരകത്തിന് ഹറാമാണല്ല എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കബറിന്റെ മുന്നിലിരുന്നിട്ട് കരയുമ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പതുങ്ങിയിരുന്നിട്ട് നോക്കുകയാണ്. എന്താ തന്റെ അടിമ ചെയ്യുന്നത്? എന്താണ് തന്റെ അടിമ ചെയ്യുന്നത്? അവിടുന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു ആയത്തോതുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തോതുകയാണ്. ഇന്നാ ലദൈനാ അൻകാലം വജഹീമാ. ഇബ്നു ഹജർ തങ്ങളുടെ അടിമയുണ്ടല്ലോ, കബറിനടുക്കലിരുന്നിട്ട് ഖുർആനിന്റെ ആയത്തോതുകയാ. ഇന്നാ ലദൈനാ അൻകാലം വജഹീമാ.
പടച്ചവനെ, നാളെ നിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ചങ്ങലയിൽ കെട്ടിയിട്ട് മനുഷ്യനെ കൊണ്ടുവരുമല്ലോ, അതെന്നെ സഹിക്കാൻ കഴിയില്ലെന്ന് ഓർത്തുകൊണ്ട് ഇബ്നു ഹജർ തങ്ങളുടെ അടിമയിരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ, തന്റെ അടിമയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, അടിമയോട് പറയുന്നു, ഇന്ന് മുതൽ ഞാൻ നിന്റെ അടിമയാ, നീ എന്റെ യജമാനനാ. എനിക്കിങ്ങനെ കരയാൻ കഴിഞ്ഞില്ലല്ലോ. അവസാനം എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാ, ഖബറിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് രണ്ടുപേരും കരയുകയാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു അലൈഹി, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ബാങ്കിന്റെ ധ്വനി അങ്ങോട്ട് കേൾക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ, എഴുന്നേറ്റിട്ട് തന്റെ മറുഭാഗത്ത് ഖബറിന്റെ ഓരത്തിരിക്കുന്ന തന്റെ അടിമയുടെ ശരീരത്ത് ചെന്നിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോ ഹൃദയം പൊട്ടിയങ്ങ് മരണപ്പെട്ടിരിക്കുകയാ. എന്റെ ഫ്രണ്ടിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എന്തെല്ലാം കണ്ട് കരഞ്ഞു ചെറുപ്പക്കാരാ. എത്രയോ സീരിയൽ കണ്ടിട്ട്, ആകാശദൂത് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന പെങ്ങള്, കുങ്കുമപ്പൂ കണ്ടിട്ട് പൊട്ടിക്കരയുന്ന പെങ്ങള്, ദുനിയാവിന് വേണ്ടി പൊട്ടിക്കരയുന്ന സഹോദരങ്ങള്. പക്ഷേ ഇന്ന് വരെ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചോർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടോ? അവസാനമായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തുബുക്കൂ, നിങ്ങളൊന്ന് കരയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളൊന്ന് കരയണം. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരയണം. നിനക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ നീ ഒന്ന് കരയുന്നവനെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദുആ ചെയ്യുമ്പോ നീ കരയണം. നിനക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കണേ. അങ്ങനെ നിനക്ക് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫൈന അഹ്ലന്നാരി യബ്കൂ, നാളെ നരകവാസികൾ കടന്ന് കരയുകയാ. നരകത്തിൽ കടന്ന് കരയേണ്ടി വരും, നരകത്തിൽ കടന്ന് വിളിക്കേണ്ടി വരും. നരകവാസികൾ എങ്ങനാ കരയുന്നതെന്നറിയുമോ? കരഞ്ഞ് കരഞ്ഞ് അവന്റെ മുഖത്ത് പാടുണ്ടാവുകയാ. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് തീർന്നാൽ, കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നാൽ പിന്നെ അവന്റെ കണ്ണിലൂടെ രക്തമൊലിക്കുകയാ. ഹദീസിന്റെ പണ്ഡിതന്മാര് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നരകവാസികൾ കരഞ്ഞ കണ്ണീരിന്റെ മുകളിലൂടെ കപ്പലോടിക്കാൻ കഴിയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ നരകത്തിൽ കടന്ന് കരയേണ്ടി വരും. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോ ദുആ ചെയ്യുമ്പോ നീ ഒന്ന് കരയണം. കരച്ചില് വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കണം. അങ്ങനെ നീ കരഞ്ഞില്ലെങ്കിൽ നാളെ നരകത്തിൽ കടന്ന് നീ കരയണം. കരഞ്ഞ് കരഞ്ഞ് നിന്റെ കണ്ണുനീര് തീർന്ന പിന്നെ നിന്റെ കണ്ണിലൂടെ രക്തമൊലിക്കാൻ തുടങ്ങും. ആ ഒലിച്ചു കിടക്കുന്ന കണ്ണീരിന്റെയും രക്തത്തിന്റെയും മുകളിലൂടെ കപ്പല് പോലും ഓടിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശരീരം നരകത്തിന് ഹറാമാക്കണം. നരകത്തിന് നിന്റെ ശരീരം കൊണ്ട് നരകത്തിലിട്ടാലും തീ തൊടാൻ പാടില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ഇരുന്നിട്ട് നിന്റെ കണ്ണിൽ നിന്ന് പടച്ചവന്റെ അദാബിനെ കുറിച്ച് ഓർത്ത്, നരകത്തെ കുറിച്ച് ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ നിന്റെ ശരീരത്തിന് നരകം ഹറാമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 9:45 നിസ്കരിക്കേണ്ടത് നാളത്തെ സുബ്ഹി നിസ്കരിക്കേണ്ട രീതിയും കൂടെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സുബ്ഹി നിസ്കരിക്കൂ, നാളെ സുബ്ഹി നിസ്കരിക്കൂ എന്നുള്ളവരുന്ന് കൈവക്കുക. ഈ പറയണ രീതിയിൽ പൊക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കൈ പൊങ്ങാത്തയാണ്.
അള്ളാഹുവെ പടച്ചവനെ, ഈ കൈ പൊക്കിയവർക്കൊക്കെ ഹൗലുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. പൊക്കാത്തവർക്ക് ഒരവസരം കൂടെ നിസ്കരിക്കുന്നുള്ളൊരു കൈ പൊക്കിക്കും. അപ്പം പൊക്കു. ഹൗലുൽ കൗസറിന് വെള്ളം കിട്ടണം ഇല്ലേ? ഹൗലുൽ കൗസറിന്റെ കൈതാത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലുൽ കൗസറിന്റെ വെള്ളം എല്ലാവരുടെ കയ്യിലാണ് കൊടുക്കണം. എല്ലാവരുടെ കയ്യിലാണ് ഹൗലുൽ കൗസറിലെ വെള്ളം കൊടുക്കണേ. ഒരാളുടെ മാത്രം വായിൽ ഒഴിച്ചു കൊടുക്കും. ആരുടെ വായിൽ? എല്ലാവർക്കും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലുൽ കൗസറിന്റെ ഓരത്ത് പോയിട്ട് കപ്പിൽ ഇങ്ങനെ കോരി കൊടുക്കുന്ന ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുക്കും. ആരുടെ വായില? അറിയില്ല. ഒറ്റ ഒരാളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുള്ളൂ. എനിക്കും അറിയില്ല. അതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു കണ്ടുപിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആരുടെ വായിലാന്നറിയാം? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ മാത്രം ഒഴിച്ചു കൊടുക്കും. മഹാനായ കറുത്തവനായ നീഗ്രോയായ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ മാത്രമേ എന്ത് ചെയ്യൂ? അള്ളാഹുവിന്റെ റസൂൽ ഹൗലുൽ കൗസറിലെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുമെന്ന് മഹാനായ ഷഫീഖുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമുണ്ട്. അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സുബഹി നിസ്കരിക്കേണ്ടത്. എന്റെ വിഷയം തീർന്നില്ല. ഇൻഷാ അല്ലാഹ് അതിന് ഏതെങ്കിലും ഒരു അവസരത്തിൽ അടുത്ത വർഷം ആവട്ടെ ഇതിന്റെ ബാലൻസ് സംസാരിക്കാം. ആഫിയത്തും ദീർഘായുസും ഇവർക്കൊക്കെ അള്ളാഹു ഈമാൻ കൊടുത്ത് അതിൽ പങ്കെടുപ്പിക്കാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നാളത്തെ സുബഹി നിസ്കാരം നാളെ രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് പോയി ഒതുവെടുക്കണം. ഒതുവെടുക്കുമ്പോ സാധാരണ ദിവസം നല്ല തണുപ്പാണല്ലോ, അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഹൗദിനകത്ത് ഇപ്പൊ കണ്ടിട്ടില്ലേ? ഇവിടെ പിന്നെ വലിയ ഹൗദില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ചില പള്ളിയിലൊക്കെ ആണെങ്കിൽ സമയമില്ല. ഇമാമ് റുക്കൂയിൽ പോകുന്ന അങ്ങോട്ട് പോവുക 3 പ്രാവശ്യം ഇങ്ങനെ കൈയെടുക്കാനൊന്നും സമയമില്ല. ഇട്ടൊരു 6 മുക്കലായി ഇങ്ങനെ വാരി. ചിലരാണെങ്കിൽ തലയും മുഖവും എല്ലാം കൂടെ ഒരുമിച്ചാ കഴിയണം. അവസാനം നോക്കേണ്ടത് അവസാനമാണെങ്കിൽ ഈ തല ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു മുടി അല്ലെങ്കിൽ ഒരു മുടിയുടെ അല്പമെങ്കിലും തടകിയാൽ മതി. അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ തടകുമ്പോ നേരെ എങ്ങനെ തടയിക്കോട്ടെ. തല തടകുമ്പോ പോലും അത് മദ്ഹബിലെ അഭിപ്രായ വ്യത്യാസം കൊണ്ടെങ്കിൽ 4-1 ഭാഗം തടകണമെന്ന ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറയുന്നു. അപ്പൊ എല്ലാരെയും ഒതുവെടുക്കുമ്പോ പോയിട്ട് ഇങ്ങനെ തൊട്ട്, ചിലരാണെങ്കിൽ കൈയിട്ട് ഇങ്ങനെ ഒന്ന് മുക്കി, ചിലരും ഇങ്ങനെയൊക്കെ ഒതുവെടുത്താൽ പോരാ. ആത്മാർത്ഥമായി ഒരു ഈമാനുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നു, സമാധാനത്തോടു കൂടി ആരെങ്കിലും ഒതുവെടുക്കുന്ന കണ്ടാൽ അവൻ ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് സമാധാനത്തിൽ ഒതുവെടുക്കണം. എന്നിട്ട് മുസല്ലയിൽ വരണം. വന്നിട്ട് സ്വന്തം ശരീരത്ത് നോക്കണം. ധരിച്ചിരിക്കണ വസ്ത്രം ഇതിനകത്ത് 1 രൂപയെങ്കിലും ഹറാമായത് ഉണ്ടായിട്ടുണ്ടോ? ഹലാലായ വസ്ത്രം, ഹലാലായ സമ്പത്തിലുണ്ടാക്കിയ വസ്ത്രം ധരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാതിമുൽ അസം റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശങ്ങൾ 5 കാര്യങ്ങളാണ്. നിസ്കാരം ശരിയാകാനുള്ള 5 കണ്ടീഷൻ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, നാളത്തെ സുബഹി നമസ്കാരത്തിന് കടുവാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോൾ പള്ളിക്കകത്തേക്ക് കടന്നു വരുന്ന സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വീട്ടിലതാ രാവിലെ എഴുന്നേൽക്കുകയാണ്. സുബഹിക്ക് നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് കയറി നിൽക്കണം. എന്നിട്ട് അങ്ങോട്ട് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്തിട്ട് കൈ കെട്ടുന്നതിന് മുമ്പ് ഒന്നാമത്തെ കണ്ടീഷനായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന കഅബാലയമുണ്ടല്ലോ. ഏതൊരു മനുഷ്യനും കഅബാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് കഅബ ആദ്യമായിട്ട് കാണുമ്പോൾ എന്ത് ചോദിച്ചാലും അല്ലാഹ് തരാമെന്ന് പറഞ്ഞ കഅബാലയമുണ്ടല്ലോ. ഈ കടുവാ പള്ളിയിൽ എത്രയോ വർഷം കൊണ്ട് കഅബയ്ക്ക് നേരെ നിന്നാ നിസ്കരിക്കുന്നത്. പക്ഷേ നാളത്തെ സുബഹിയുണ്ടല്ലോ, ആ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന കഅബാലയമുണ്ടല്ലോ, നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം. നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം. കഅബയെ കണ്ടുകൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം ശരിയാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്നും കഅബയുടെ നേരെ നിന്നല്ലേ നിസ്കരിക്കണേ?
നാളെ നിസ്കരിക്കാൻ കൈയിട്ടുമ്പോ ആ കഅബ നിന്റെ കണ്ണിന്റെ മുന്നിൽ വരണം. കഅബയെ കണ്ടുകൊണ്ട് നിസ്കരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, കൈകെട്ടുന്നതിന് മുമ്പ് വലതു ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുമോനേ. അവിടെ കാണേണ്ടത് എന്താണെന്നറിയുമോ? അവിടെ കാണേണ്ടത് എന്താണെന്നറിയുമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ആ കാണുന്ന സ്വർഗത്തിൽ പോകാനല്ലേ മോനെ നീ കഷ്ടപ്പെടുന്നത്? ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നീ സർവ്വതും ചെയ്യുന്നത്? നിന്റെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇടതു ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇന്ന അസദ്ദന്നാരി ഹറാ. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു കാരക്കയുടെ കഷ്ടം കൊണ്ടെങ്കിലും നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ നരകമുണ്ടല്ലോ, ആ നരകം നിന്റെ കണ്ണിൽ കാണണം. എന്നിട്ട് നിന്റെ മനസ്സിലൊന്ന് ചിന്തിക്കണം, പടച്ച റബ്ബേ, എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ, ഞാൻ പറയുന്ന ദിക്റുകൾ ശരിയായില്ലെങ്കിൽ, പടച്ചവരെ ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന സുന്ദര സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗം എനിക്ക് നഷ്ടപ്പെടുകയാ. മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, ഈ നരകത്തിന്റെ അവകാശിയാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായിട്ട് പറയുകയാ, നിന്റെ വലതു ഭാഗത്ത് സ്വർഗം കാണണേ, നിന്റെ ഇടത് ഭാഗത്ത് നരകം കാണണേ, നിന്റെ കണ്ണിന്റെ മുന്നിൽ കഅബാലയം കാണണേ. ഈ രീതിയിൽ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലതു ഭാഗത്ത് നോക്കുമ്പോ മാമ ഒന്നുമല്ല നിക്കണേ. വലതു ഭാഗത്ത് നോക്കുമ്പോ അല്ലാഹ് മാമ നിൽക്കുന്നു, ഇടതു ഭാഗത്ത് നോക്കുമ്പോ വേറെ ആരോ നിൽക്കുന്നു. ഇതൊന്നുമല്ല, അങ്ങോട്ട് നോക്കുമ്പോ സ്വർഗം കാണണം, ഇങ്ങോട്ട് നോക്കുമ്പോ നരകം കാണണം. എന്നിട്ട് ചിന്തിക്കണം, അല്ലാഹ് എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഈ കാണുന്ന സ്വർഗം എനിക്ക് നഷ്ടം, ഈ കാണുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയപ്പെടും. എന്നിട്ട് അങ്ങോട്ട് നിസ്കരിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മൂന്നാമത്തെ കണ്ടീഷൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, നാളെ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, കൈകെട്ടുന്നതിന് മുമ്പ് നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ, നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത, നിന്റെ പ്രതീക്ഷകളും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ കഴുത്തിന്റെ പുറകെ ഒളിച്ചു നിൽക്കുന്നു. ആരാണെന്നറിയുമോ? മുഖറബ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കഴുത്തിന്റെ പുറകെ നിൽക്കുകയാ. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നിടത് ഭാഗത്തേക്ക് സലാം വീട്ടിക്കഴിഞ്ഞാൽ നിന്റെ റൂഹ് പിടിക്കാൻ കാത്തു നിൽക്കുകയാ. എന്റെ പിന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, നാളെ ളുഹറിന്റെ സമയമാകുമ്പോ നിനക്ക് നിസ്കരിക്കാനുള്ള അവകാശമില്ല. ളുഹറിന്റെ സമയമാകുമ്പോൾ കടുവാ പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് നിന്റെ മക്കള് നിന്റെ മയ്യത്ത് നിസ്കരിക്കുകയാ. നിനക്ക് നിസ്കരിക്കാൻ അവകാശമില്ല. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായിലിനെ ഏതെങ്കിലും ഒരു മനുഷ്യന് കണ്ടുകൊണ്ട് നിസ്കരിച്ചാൽ അവന്റെ നമസ്കാരം കണ്ടിട്ട് ശൈത്താൻ പോലും കരഞ്ഞു പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കൈകെട്ടുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കണം. ഒരാള് പുറകിൽ നിൽക്കുക. എന്തിനാ? എടാ, ഒന്ന് സലാം വീട്ടടാ, നിന്നെ കൊണ്ടുപോകാൻ. നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം. നാളെ ളുഹറിന്റെ സമയമാകുമ്പോ പൊക്കി പള്ളിക്കകത്ത് കുളിപ്പിച്ചുകൊണ്ട് കിടത്തിയിട്ട് എല്ലാരും നിനക്ക് വേണ്ടി നിസ്കരിക്കും. നിനക്ക് നിസ്കരിക്കാനുള്ള അവകാശമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നാലാമത്തെ കണ്ടീഷൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാലാമത്തെ കണ്ടീഷൻ, എന്റെ കടുവയിലുള്ള പെങ്ങളെ, നാളെ നിസ്കരിക്കുന്നതിന് മുമ്പ് നിന്റെ കാലിന്റെ അടിയിലേക്കൊന്ന് നോക്കുമോളെ.
ഒരു മുടിയെടുത്തിട്ട് 7 മുറിച്ചിട്ട് അതിലൊരു കഷ്ടമെടുത്തിട്ട് പടച്ചവൻ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുകളിലാ മോളെ നീ നിൽക്കുന്നത്. ആ പാലത്തിന്റെ മുകളിലാ നിന്റെ നമസ്കാരം ശരിയാകണോ? സിറാത്ത് പാലത്തിന്റെ മുകളിലാണ്. അല്ലാഹുവേ, എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഈ കാണുന്ന തീയുണ്ടല്ലോ, ആ തീക്കുണ്ടാരത്തിലേക്ക് ഞാൻ വീണുപോകും പടച്ചവരെ എന്ന് കരുതിക്കൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കാലിന്റെ അടിയിൽ നോക്കണേ, എവിടാ നിക്കണേ? സിറാത്ത് പാലത്തിന്റെ മുകളിൽ ആടിക്കൊണ്ട് നിൽക്ക. ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ താഴെ കാണുന്ന നരകത്തിൽ നീ വീണുപോകുമെന്ന ഭയത്തോടുകൂടി നിസ്കരിക്കണം. അവസാനമായിട്ട് ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത ഉപദേശത്തിൽ 5-ാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മോനെ ചെറുപ്പക്കാരാ, നിനക്ക് കണ്ണ് തന്ന റബ്ബുണ്ടല്ലോ, നിനക്ക് കൈ തന്ന റബ്ബുണ്ടല്ലോ, നിനക്ക് മാതാപിതാക്കളെ തന്ന റബ്ബുണ്ടല്ലോ, സമ്പത്ത് തന്ന റബ്ബുണ്ടല്ലോ, നിന്റെ ഉപ്പയെക്കാല് നിന്റെ ഉമ്മയെക്കാല് നിന്നെ സ്നേഹിക്കുന്ന റബ്ബുണ്ടല്ലോ. ആ റബ്ബിന് ചെയ്യാൻ പറ്റുന്ന നിന്റെ ജീവിതത്തില് അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ്. നാളത്തെ സുബഹി നമസ്കാരമാ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ നല്ല കാര്യം. നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞാല് നിനക്ക് അല്ലാഹുവിനോട് നന്ദി ചെയ്യാനുള്ള അവസരമില്ല. ഒരു അൽഹംദുലില്ല പോലും പറയാ നിനക്ക് ഭാഗ്യമില്ല. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ് മോരെ, നാളത്തെ സുബഹിയാണ് മോരെ എന്ന് കരുതിക്കൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ ജീവിതത്തിൽ അല്ല ഏത് നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിലും നാളത്തെ സുബഹി നിസ്കരിക്കും ചെറുപ്പക്കാരാ, നാളത്തെ സുബഹി പടച്ചവൻ സ്വീകരിക്കും മോരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ 5 കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ നമസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ നായകൻ മുഖ്ബിറെ സാദിഖ് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 കണ്ടീഷനാ. ഒന്ന്, കൈകെട്ടുന്നതിന് മുമ്പ് നേരെ നോക്കുമ്പോ കഅബാലയം, വലതു ഭാഗത്ത് സ്വർഗം, ഇടതു ഭാഗത്ത് നരകം, കഴുത്തിന്റെ പുറകിൽ അസ്റായിൽ കാത്തു നിൽക്കുന്നു, കാലിന്റെ അടിയിൽ നോക്കുമ്പോ സിറാത്ത് പാലം. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അവസാനത്തെ നല്ല കാര്യം ഒന്ന് നിസ്കരിച്ച് നോക്ക്, ശരിയാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു മുഖത്തേക്ക് നമ്മുടെ ഇബാദത്തുകൾ വലിച്ചെറിയല്ലേ പടച്ചവനെ. അല്ലാഹുവേ, മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നിസ്കാരത്തെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഈ രീതിയിൽ എല്ലാ വക്തവും നിസ്കരിച്ച് 5 വക്ത് നിസ്കാരവും ഇതേ രീതിയിലൊന്ന് നിസ്കരിക്കുക. നാളെ സുബഹിയിൽ മാത്രം ഒതുക്കരുത്, ടെസ്റ്റ് ചെയ്യണം. നാളെ സുബഹി, നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സുബഹി പറ്റിയില്ലെങ്കിൽ ലോഹറിന് ടെസ്റ്റ് ചെയ്യണം. നിനക്ക് ആ ഹൗഫ് സുബഹി നിസ്കരിക്കുമ്പോഴും ശൈത്താൻ വരുന്നുണ്ടെങ്കിൽ വിചാരിക്കണം എന്റെ നമസ്കാരം ശരിയായിട്ടില്ല, ലോഹറിന് നോക്കണം. ലോഹറിന് പറ്റിയില്ലേ അസറിന് നോക്കണം. അസറിനും പറ്റിയില്ലേ, നിന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയ നീ ലോകത്തിൽ നീ യാത്ര പറയുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് നൽകും. അങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒരുപാട് അതിക്രമിച്ചു. ഇൻഷാ അല്ലാഹ് അവസാനമായിട്ട് ഒരേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, അത് അവരവരുടെ ഇഷ്ടം. പക്ഷെ ഇനി പറയണ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചാൽ നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. ഒരുപാട് സഹോദരങ്ങൾ വെളിയിൽ നിൽക്കുന്ന ദുആ ചെയ്യാൻ പോവാ, കയറി വന്ന് ആമീൻ പറഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്ന് ആമീൻ പറയണം. അതാണ് ഏറ്റവും വലുത്. പള്ളിയുടെ വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ ദുആ ചെയ്യാൻ പോവാ, ദുആയില്ലെങ്കിൽ അകത്തോട്ട് കയറിക്കുക. ഇവിടാണെങ്കിൽ പിന്നെ പിരിവൊന്നുമില്ലല്ലോ. സാധാരണ പിരിവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. നിങ്ങൾ അകത്തോട്ട് കയറി ദുആ ചെയ്യാൻ പോവാ.
അള്ളാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, ഉമറേ ഒന്ന് നിൽക്കണേ ഉമറേ, ഒന്ന് നിൽക്കണേ ഉമറേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമറിനെ വിളിച്ചിട്ട് പറയുന്നു, ഉമറേ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 1000 ആയത്തോതിയിട്ട് കിടന്നുറങ്ങണേ ഉമറേ. അള്ളാന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞേ, ഉമറേ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുർആനിൽ നിന്ന് 1000 ആയത്തോതിയിട്ട് ഉറങ്ങും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ അർത്ഥം പറഞ്ഞു ഓതുന്നത്, ഞാൻ ഓതുക സുബഹി ആയാലും എനിക്ക് 1000 ആയത്ത് ഓതി തീർക്കാൻ കഴിയില്ല. കാരണം എന്താ? അവരർത്ഥം പറഞ്ഞു ഓതുന്നത് കൊണ്ട്. നമ്മളാണെങ്കിൽ ഹത്തം തീർക്കും ഒറ്റ രാത്രിയാണ്. നമ്മൾ എത്രയും നാളുകൊണ്ട് ഫാത്തിഹ കേൾക്കുന്ന അർത്ഥം എന്താണെന്നറിയാം? നമുക്ക് അതിന് പോലും സമയമില്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയെ സുബഹി ആയാലും ഓതി തീർക്കാൻ കഴിയില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഞാനൊരു ചെറിയ സൂറത്ത് പറഞ്ഞുതരാം, ഞാനൊരു ചെറിയ സൂറത്ത് നിനക്ക് പറഞ്ഞു തരാം. അത് നീ പഠിച്ച് നിന്റെ കുടുംബത്തെ കൊണ്ട് ഓദിപ്പിച്ചിട്ട് കടന്നുറങ്ങിയ അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്തോതിയ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ സൂറത്ത്. ഈ സൂറത്ത് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഓതി. ഇത് ഓതിയാലുള്ള പ്രയോജനം എന്താണെന്നറിയോ? അങ്ങനെയാണല്ലോ, പ്രയോജനം അറിഞ്ഞാലല്ലേ ഓതി. ഒന്നാമത്തെ പ്രയോജനം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു വാപ്പയോ സഹോദരിയോ വീട്ടിൽ പോയിട്ട് മോനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പഠിക്കടാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതാൻ പഠിപ്പിച്ച ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഖുർആനിലെ ഒരായത്ത് 6666 ആയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് കണ്ടോതാൻ പഠിപ്പിച്ച കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ പറയുന്നു,